ഞാൻ മയില് വന്നതാണ്. കൽപ്പന പിടിച്ചിട്ട് കാണിക്കേ. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മയിലോടെ വന്നിട്ട് അമ്മേനെ കാണാന്ന്. കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ തന്നെയാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഗുളികരം തന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വീട് വന്നിട്ട് അമ്മേനെ കണ്ടിട്ട് പോകാം. അതുകൊണ്ട് പിള്ളേർക്കൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ കിട്ടിയ ബസ്സിനിങ്ങ് വന്നു. ഇനിയിപ്പോ അത് വേഗം പോണോ? എന്നാ ചോറ് 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 ഞാൻ ഇപ്പൊ വന്ന് ചോറ് വന്നിട്ടില്ല, തിരക്കൊന്നുമില്ല ആശുപത്രി. പിന്നെ പിന്നെ എന്തിലാണ് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ അമ്മ ഞാൻ പറഞ്ഞു ഞാൻ ചായ വെച്ച് ചായക്ക് വന്നി അമ്മയിലെ ഹോട്ടലിൽ കാണിച്ചു. അങ്ങനെ വന്നാലേ എങ്ങനെ പറയാപ്പാ? അല്ല ഓരോ മോളടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാൻ ഇഷ്ടപ്പെടുവാ? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഇപ്പം ബസ്സിന്റെ വേഗം പോയിക്കോറാതെ ബസ്സില്ലേ പറയണ ഇത്. അതൊരു മോളെ തീറ്റി പോയിട്ട് ആളാക്കി ഒരു കല്യാണം കഴിച്ച് വിട്ടിട്ട് ആടെ പോയിട്ട് വേഗം ബസ്സിന് പോയിക്കോറെന്ന് പറയുമ്പോ അമ്മയുടെ മനസ്സത്ത് ഇല്ലേ അത് മോളില്ലേ? ഞാനത് ചോദിച്ചു എനിക്ക് ഞാനെന്നിട്ട് പറഞ്ഞു പിന്നെ അമ്മ വിളിച്ചതിനോ അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അമ്മക്ക് ഭയങ്കര സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ സങ്കടം വേണ്ടേ, പിന്നെ ബസ്സിലാന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞു. നിങ്ങളെ മോളെടുക്ക പോയിട്ട് അമ്മേ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും. എല്ലാരും അവനവന്റെ അമ്മമാരും മക്കളെടുക്ക വരുന്നത് മക്കളെ സന്തോഷം കാണാനാണ് വരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ പറയുമ്പം അമ്മയോട് ഇങ്ങനെ പറയുമ്പം പിന്നെ മോളോട് എത്ര ഇതാക്കുന്നുണ്ടാവും എന്റെ അമ്മക്ക് ഉണ്ടാവില്ല വിഷമം. അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പിന്നെ എനിക്ക് സങ്കടം വന്ന് ഞാൻ എന്താ പിന്നെ എന്തോ പോലെ അയാളുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞോടെ വന്നു വീട്ടിലെത്തുന്നവരാണ് സങ്കടം. ഞാൻ ചോറും വരെ തന്നില്ല. എന്നിട്ട് ഞാൻ കൊറേ കരഞ്ഞ് എന്നാ ഈ കരയേണ്ടതെന്നാ ഞാൻ കരയാൻ മാത്രം പറഞ്ഞിനി എന്നെല്ലാം പറഞ്ഞു എന്നോട്. പിന്നെ അങ്ങനെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പം വന്നിട്ട് എത്ര കൊല്ലായി, ഇത് വരെ ഒരു വീടെടുക്കേ പിന്നെ 10 സെന്റ് സ്ഥലം നിങ്ങൾ തന്നിനാ എന്ന് പറയുമ്പോ എന്നോട് പറയുന്നത് അതിനെന്നാ നിന്റെ അടുത്ത് വാങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞു അതിന്റെ അടുക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് ആദ്യമേ അറിയുന്നല്ലേ. നമുക്കിട്ടൊക്കെ നമ്മുടെ ഇരുമിന്റെ വീട് ആക്കിയിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് 5 സെന്റ് സ്ഥലം ഒരു വീട് വാങ്ങും, നിങ്ങളെ മോളെപ്പോലെ ഇഷ്ടം പോലെ കോപ്പിളൊടിക്കെല്ലാം കൊണ്ടുപോയി സ്വർണ്ണം കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ട് എനിക്കൊന്നുമില്ല എന്ന് ആദ്യമേ പറഞ്ഞു. പിന്നെ ഇപ്പൊ നിങ്ങള് നിന്റെ അടുക്കില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങളെ മോനെ നിങ്ങളെ നോക്കണ്ട് 10 സെന്റ് സ്ഥലം. ഞാൻ പറഞ്ഞു അനിയൻ കഴിക്കാനായി ഒരു പെണ്ണ് വരുമ്പോ പിന്നെ എന്താ ചായ വെക്കട്ടെ? ചായ വേണ്ട, കുറച്ച് തന്തോളം വേണം. കുറച്ച് വെള്ളം തന്നെ. ചൂടുവെള്ളം ഒന്നും കുടിച്ചിട്ടില്ല, വെള്ളം എടുക്കട്ടെ. ഒന്നും കുടിച്ചിട്ടില്ല നേരിട്ടണ്ട വെള്ളം മതി. എന്നാ ചൂടുവെള്ളം എടുക്കട്ടെ. തണുത്ത വെള്ളം എടുക്കാൻ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. മോളെ ഒന്ന് തിന്നാൻ വേണ്ടേ? തിന്നാനും വേണ്ട, കുടിച്ചോണ്ടൊന്നും വേണ്ടേച്ചാ ദോശയിട്ട് തെറ്റാ. നേരം വീട്ടുണ്ടാവും വിചാരിക്കുന്നല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ തിരക്കുണ്ടാവുന്നെങ്കിലും എന്തൊരു സ്വഭാവമാണ്, അതാണ് ഇന്നറിയില്ല. വയസ്സാകുന്നതിന് ഒരാളുടെ സ്വഭാവം അങ്ങനെ ഇരിക്കും. അതിപ്പോ മാറ്റാനൊന്നാവില്ല. സഹിച്ചുകൊള്ളാൻ ഇപ്പൊ എന്താ വേണ്ടത്? മോളെടുക്കുന്നത് കൊറേ കൂടെ മാക്സി ഇതിനെ കൊണ്ടുപോയിട്ട് വിചാരിക്കും ഇതെന്നെ അല്ലതാ കൊണ്ടുപോയി സജ്ജി കെട്ടിട്ട് ഇതെന്നെ ലോകം. നമ്മൾ പുതിയത് മേടിച്ചു കൊടുത്താൽ ഒന്നുമില്ല. എന്റെ മോളെടുക്കുന്ന പിന്നെ കൊണ്ടുവന്ന പാവാടിയാണ് മേക്സ്. ഞാൻ മോളെടുക്കുന്ന പയ്യതല്ലോണ്ടിരുന്നു. ഞാൻ മോൻ നല്ലത് മേടിച്ച് ഒരു ആരോടും പറയുന്നില്ല. നിങ്ങൾ അതെവിടെ കാണാനുണ്ടാവില്ല. മൂക്കൊരു സ്വർണം കൊടുത്തതിന് വലിപ്പം പറഞ്ഞു കൊടുക്കും. സ്വർണം വേണ്ടത് ഉള്ളോടെ വിടുന്നില്ല. ഇത്ര പേരുടെ ആള് ഉള്ളാക്ക പോകുന്നേരിക്കും ഇല്ലാതെ നമ്മളെ പോലെയാ. എന്നാ പിന്നെ ഞാൻ വർക്ക് ബസ് കിട്ടൂല. പോയിട്ട് വിളിക്കണേ. പിന്നെ അമ്മേനെ അങ്ങനെ അമ്മയൊന്ന് കരഞ്ഞുകൊണ്ട് വരുമ്പോലെ വരുന്ന അങ്ങനെ എനക്ക് വന്നാണ് സംഭവിച്ചത്. എന്നാടെ കുഴപ്പമൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് കാണാൻ അയച്ചിട്ട് ഞാൻ പറഞ്ഞു അച്ഛനോടെ പറഞ്ഞേ എല്ലാരോടും പറഞ്ഞേ